ഷഹദ് റഹ്മാൻ ചുരൽമലയിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹദ, ഈ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും? വേണു, പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അതായത് രജീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, കോഴിക്കോട് റീജിയണൽ ഫയർ ഓഫീസറാണ്. അദ്ദേഹമാണ് ഈ രക്ഷാദൗത്യത്തിന്, അതായത് ഇവിടെ ഇപ്പോൾ ഈ റോപ്പൊക്കെ ഉപയോഗിച്ചുള്ള രക്ഷാദൗത്യത്തിന് പ്രധാനമായിട്ടും നേതൃത്വം നൽകുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഇന്ന് താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാലം വഴി ഏകദേശം 800ഓളം ആളുകളെയാണ് മറുകരയിൽ എത്തിച്ചിട്ടുള്ളത്. ഇനി ആ മേഖലയിൽ ആരും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യമാണ്, അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇനി ഏതെങ്കിലും വീടുകൾക്കുള്ളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ നിലവിൽ ജീവനോടെയുള്ള മുഴുവൻ ആളുകളെയും മറുകരയിൽ എത്തിക്കാൻ സാധിച്ചു എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു. പിന്നെ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് ഈ റോപ്പ് ഉപയോഗിച്ച് മൃതദേഹങ്ങൾ മറുകരയിലേക്ക് എത്തിക്കുന്ന കാഴ്ചകളാണ്. അതും അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരായുന്ന ഘട്ടത്തിൽ 3 മൃതദേഹങ്ങൾ മാത്രമായിരുന്നു ഇനി മറുകരയിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത്. അതിപ്പോൾ വീണ്ടും കുറഞ്ഞിരിക്കുന്നു. ഇനി 2 മൃതദേഹങ്ങൾ മാത്രമേ ഈ മറുകരയിലേക്ക് എത്തിക്കാൻ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് പുതുതായിട്ട് ഇവിടുന്ന് ലഭ്യമാക്കാനുള്ള ഒരു വിവരം എന്നുള്ളത്. ഈ മൃതദേഹങ്ങൾ മുഴുവനായിട്ടും ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ഈ ദൗത്യം അത് ഇന്ന് താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കും. തുടർന്ന് നാളെ അതിരാവിലെ തന്നെ ദൗത്യം വീണ്ടും പുനരാരംഭിക്കും. അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്, നിലവിൽ നമുക്ക് ഇവിടെ യന്ത്രത്തിനേക്കാൾ ഉപരി ഇവിടെ ആളുകളുടെ ബലം അല്ലെങ്കിൽ മനുഷ്യ സഹജമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സേനാംഗങ്ങൾ നാളെ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിഭാഗങ്ങളിലുള്ള, പ്രത്യേകിച്ച് നേവി ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെ അംഗങ്ങൾ കൂടുതലായിട്ട് ഇവിടേക്ക് എത്തും. അതുപോലെ തന്നെ ഈ ഫയർഫോഴ്സിന്റെയും കൂടുതൽ സേനാംഗങ്ങൾ ഇവിടേക്ക് എത്തും. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.